ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻമാർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷോട്ട്സുകളാണ് റൺ സ്കോറിന് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണത്തിന് ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് മുതൽ കട്ട്, പുള്ള്, സ്വീപ്പ് മുതലേ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷോട്ട്സുകൾ ബാറ്റ്സ്മാൻമാർ ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷോട്ട്സുകളാണ്. കൃത്യമായി ഏതൊക്കെ സിറ്റുവേഷനിലാണ് ആ ഷോട്ടുകൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഡ്രിൽസ്, കാര്യങ്ങൾ, അത് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഗെയിമിലേക്ക് കൊണ്ടുവരാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബോൾ പന്ത് എറിയുന്ന സമയത്ത് ആ ബോളിന്റെ ലൈന്, ലെങ്ത്, സ്പീഡ്, ബൗൺസ് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക ഒരു ബാറ്റ്സ്മാൻ എന്ത് ഷോട്ട് കളിക്കണമെന്ന് സെലക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് കട്ട് ഷോട്ട് കൂടുതലായിട്ടും കളിക്കുന്നത് ഷോർട്ട് ഔട്ട് ദി ഓസ്റ്റമുള്ള ബോൾ ആയിരിക്കും. നമുക്ക് എപ്പോഴും ബാറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വിട്ട് ഇനഫ് ആയിട്ട് ഉണ്ടെങ്കിൽ, വിട്ടും ബൗൺസും ഉണ്ടെങ്കിൽ കളിക്കുന്ന ഷോട്ടായിരിക്കും കട്ട് ഷോട്ട്. ഇന്ന് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്ന കട്ട് ഷോട്ടാണ്. അതിന് ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് കട്ട് ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാൻസ് എടുക്കുന്ന ഒരു ബാറ്റ്സ്മാൻ കട്ട് ഷോട്ട് കളിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യം ബാറ്റ് ലിഫ്റ്റ് എങ്ങനെയായിരിക്കും. ബാറ്റ് ലിഫ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇതിലും സൈഡോണായിട്ട് തന്നെ മാക്സിമം സൈഡോണായിട്ട് തന്നെ ബാക്കിനെ കുറിച്ച് പോകാൻ ട്രൈ ചെയ്യുക. എപ്പോഴും ഹെഡ് സ്റ്റഡി ആയിട്ട് തന്നെ ബോഡി സ്ക്വയർ ഓപ്പൺ ആവാതെ നമ്മൾ എന്ത് ചെയ്യും, സൈഡോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അത് കഴിയുമ്പോൾ കാലിലെ ഫുഡ് വർക്ക് എന്ന് പറയുമ്പോൾ ബാക്ക് ഫുട്ട്, നമ്മൾ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് ബാക്ക് ആൻഡ് എക്രോസ് ആണ്. ബാക്കിൽ എക്രോസ് നമ്മൾ എക്രോസ് ആയിട്ടല്ലേ മൂവ് ചെയ്യണം, ബാക്കിലേക്ക് ആയിരിക്കണം മൂവ് ചെയ്യണം. ബാക്കിലേക്കും എക്രോസും നമ്മൾ അതിനെ ഒരുമിച്ച് മൂവ് ചെയ്യണം. എക്രോസ് മൂവ് ചെയ്യരുത് ബോളിലേക്ക്. എക്രോസ് മൂവ് ചെയ്താൽ നമ്മൾ ഏർലി ആയിട്ട് ബോളിലേക്ക് എത്തും. നമുക്ക് സമയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ക്രിസിൽ ഡെപ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആവശ്യം ടൈമാണ് ആവശ്യം, ബൗൺസ് ഉണ്ടാവും. വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് എക്രോസ് പോയാൽ കിട്ടത്തില്ല. നമ്മൾ എത്ര പിന്നിലേക്ക് മൂവ് ചെയ്യുന്നോ അത്രയും ടൈം ഉണ്ടാവും നമുക്ക് ബോൾ ടോപ്പിൽ വരാനും മാക്സിമം ഫോഴ്സ് ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും. ഷോർട്ട് ബോൾ പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് ഒരു ഹൊറിസോണ്ടൽ ബാറ്റ് ലിഫ്റ്റ് വിത്ത് സൈഡ് ലെഗ് വിത്ത് ബാക്ക് ഫുട്ട് വിത്ത് ബാക്ക് ആൻഡ് ക്രോസ് മൂവ്മെന്റ് നമുക്ക് കിട്ടണം. അപ്പോൾ ബാക്ക് ആൻഡ് ക്രോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബോളിന്റെ കൂടുതൽ അടുത്താവും. നമ്മൾ കൂടുതൽ നമുക്ക് ബോളിന്റെ അടുത്തെത്തി ബോളിലേക്ക് വെയിറ്റ് ഈസി ആയിട്ട് ഡൗൺ സ്വിങ്ങിലൂടെ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മൾ എവേ ആയി കഴിഞ്ഞാൽ ബാറ്റിൽ നമുക്ക് കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മിഡിൽ ചെയ്യാൻ ഉള്ള സാധ്യത ചാൻസ് കുറവായിരിക്കും. ചാൻസ് എടുത്തു 1, 2. മൂന്നാമത്തെ കാര്യം ഡൗൺ സ്വിങ്. ഇവിടെ കളിക്കുമ്പോൾ ഹൊറിസോണ്ടൽ ബാറ്റ് ലിഫ്റ്റ് എടുത്തു ഡൗൺ സ്വിങ് പാരലൽ ആയിട്ടായിരിക്കും, പാരലൽ ടു ദി സർഫസ്, പിച്ചിന് പാരലൽ ആയിട്ട് തന്നെ പോകും. ഇമ്പാക്റ്റോട് കൂടി ബാറ്റ് റോൾ ചെയ്യുന്നു, ഫോർവേഡ് കൊടുക്കുന്നു. പല ആൾക്കാരും കണ്ടിട്ടുണ്ട് കുട്ടികൾ ആദ്യമേ ഇമ്പാക്റ്റിന് മുന്നേ, കോർണർ പോയിന്റിന് മുന്നേ റോൾ ചെയ്ത് ഫോർവേഡ് കൊടുക്കും. റോൾ ചെയ്യുമ്പോൾ വരുന്നത് ഇമ്പാക്ട് ബോൾ മിഡിൽ ചെയ്ത് കഴിഞ്ഞ് തറയിലേക്കായിരിക്കും പോകുന്നത്. ഇമ്പാക്റ്റിന്റെ സമയത്ത് ബാറ്റ് ഫേസ് വുഡ് ബി സ്ട്രേറ്റ് ടുവേർഡ്സ് ദി ഡയറക്ഷൻ ഓഫ് ദി ഇന്ത്യൻ ട്രാവൽ. എങ്ങോട്ട് പോകണം അങ്ങോട്ടായിരിക്കണം ബാറ്റിന്റെ ഫേസ് ഇരിക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് ബാറ്റ് എക്സിക്യൂഷൻ ഇമ്പാക്ട് കഴിഞ്ഞു, റോൾ ചെയ്യുന്നു, ഫോർവേഡ് കൊടുക്കുന്നു. ഈ ഡൗൺ സ്വിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഡൗൺ സ്വിങ്ങിൽ ഫ്രണ്ട് ഫുട്ട് നിന്ന വെയിറ്റ് ഡൗൺ സ്വിങ്ങിൽ ഫുള്ളായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഫ്രണ്ട് ഫുട്ടിന്റെ ഹീൽ റൈസ് ചെയ്ത് ബാക്ക് ഫുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എന്ത് ചെയ്യണം, ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിരിക്കണം ബാറ്റ്സ്മാന്. എന്നാൽ മാത്രമേ ഉള്ളൂ മാക്സിമം ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് രീതിയിൽ നമ്മൾ കട്ട് സ്പിന്നേഴ്സിനെയും കളിക്കാറുണ്ട്, ഫാസ്റ്റ് ബോൾസിനെയും കളിക്കാറുണ്ട്. മാക്സിമം ഫാസ്റ്റ് ബോൾസിനെ കളിക്കുന്ന സമയത്ത് ബൗൺസ് വരുന്നത് ഹിപ്പ് മുതൽ വേസ്റ്റ് ഹൈറ്റ് വരെ ആയിരിക്കും ബൗൺസ് വരുന്നത്. സ്പിന്നേഴ്സിനെ കളിക്കുമ്പോൾ നമുക്ക് മിക്കവാറും ഒക്കെ വരുന്നത് നീസ് മുതൽ ഹിപ്പ് വരെ ആയിരിക്കും ബോളിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ബൗൺസ് എറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലീൻ ആയിരിക്കും എന്ത് ചെയ്യുക, ഫാസ്റ്റ് ബോൾസിനെ കളിക്കുക. അതുപോലെ ലോ ബൗൺസ് സ്പിന്നേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ താഴ്ന്നു പോയിട്ടായിരിക്കും എന്ത് ചെയ്യുക, സ്പിന്നേഴ്സിനെ കളിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് കട്ട് ഷോട്ടിനെ കുറിച്ചാണ്. അടുത്ത വീഡിയോയിൽ സ്വീപ്പ്, പുള്ള് മുതലേ അടുത്ത ഷോട്ടിൽ നമ്മൾ കടക്കുന്നതായിരിക്കും. അതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കാത്തിരിക്കുക.